നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗസയിൽ ഫലസ്തീനുകാർക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിൽ നിന്ന് ഭാഗികമായി ഇസ്രായേൽ സൈന്യം പിന്മാറാൻ തയ്യാറെടുക്കുമ്പോൾ മറ്റൊരു യുദ്ധത്തിന് കാഹളം മുഴങ്ങുകയാണ്. ലബനനിലെ ഷിയ സായുധ സംഘടനയായ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന നീക്കമാണ് പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കുന്നത്. ഘോരമായ യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷിയാകേണ്ടി വരുമോ എന്നതാണ് ഭീതി. തെക്കൻ ഇസ്രായേൽ അതിർത്തിയിലാണ് ഗസ. അവിടെയാണ് ഹമാസുമായുള്ള യുദ്ധവും. വടക്കൻ ഇസ്രായേൽ അതിർത്തി ലെബനനുമായിട്ടാണ്. കഴിഞ്ഞ മാസം ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറെ ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണത്തിൽ വധിച്ചതാണ് സ്ഥിതി വഷളാക്കിയത്. 100ഓളം റോക്കറ്റുകൾ അയച്ച ഹിസ്ബുള്ള മറുപടി നൽകുകയും ചെയ്തു. ദിവസങ്ങൾക്ക് മുൻപ് ഹൈഫയിലെയും മറ്റ് തന്ത്രപ്രധാന സ്ഥലങ്ങളുടെയും വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിട്ടത് ഇസ്രായേലിനെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളും സൈനിക ആയുധപ്പുരകളും തുറമുഖങ്ങളും ആക്രമിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഹിസ്ബുള്ള ഇതുവഴി ചെയ്തത്. തൊട്ടുപിന്നാലെ യോഗം ചേർന്ന ഇസ്രായേൽ സൈനിക കമാൻഡർമാർ ഏത് സമയവും യുദ്ധം തുടങ്ങിയേക്കാമെന്ന സൂചന നൽകി. ഹമാസുമായുള്ള കടുത്ത യുദ്ധം അവസാനിച്ചു എന്നും പക്ഷേ ആക്രമണം തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഹമാസിനെതിരെ ആക്രമണം നടത്തുന്ന സൈന്യത്തിലെ വലിയൊരു ഭാഗത്തെ ലബനൻ അതിർത്തിയിലേക്ക് ഇസ്രായേൽ മാറ്റി വിന്യസിക്കുമെന്നാണ് വിവരം. ഹമാസുമായുള്ള യുദ്ധം പോലെയാകില്ല ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം എന്ന് പശ്ചിമേഷ്യയിലെ നിരീക്ഷകർ അഭിപ്രായപ്പെടുകയും ചെയ്തു. ഉപരോധത്തിൽ ചുറ്റപ്പെട്ട പ്രദേശമായ ഗസയിൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കാതെ കഴിഞ്ഞവരാണ് ഹമാസ്. എന്നാൽ ഇവരെ പിന്തുണയ്ക്കുന്ന ലബനനും ഹിസ്ബുള്ളയും അങ്ങനെയല്ല. ലബനനിലെ സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള ഷിയ വിഭാഗമാണ് ഹിസ്ബുള്ള. ഇവരുടെ നേതാവായിട്ടുള്ള ഹസൻ നസ്രല്ലയുടെ വാക്കുകൾ വേദവാക്യമായി കരുതുന്നവരാണ് ഷിയ വിശ്വാസികൾ. മാത്രമല്ല 1 ലക്ഷം ഭടന്മാർ ഹിസ്ബുള്ളയ്ക്കുണ്ട്. ഇറാനിൽ നിന്ന് ലബനനിലേക്ക് ആയുധങ്ങൾ കൈമാറാൻ വേഗത്തിൽ സാധിക്കുകയും ചെയ്യും. 7 രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ ഭാഗമാകുമെന്നാണ് സൂചന. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ഇറാൻ, സിറിയ, യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമെ ലബനനിലെ ഷിയ പോരാളികളും ഹിസ്ബുള്ളയെ സഹായിക്കാൻ എത്തുന്നുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്ന് 10,000 ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഭാഗമാകുമെന്ന് അറിയിച്ചതായും ഹസൻ നസ്രുള്ള പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഹമാസിനേക്കാൾ കരുത്തുള്ള സൈനിക ശക്തിയാണ് ഹിസ്ബുള്ള എന്നതും എടുത്തു പറയണം. ഹിസ്ബുള്ളയുമായി യുദ്ധമുണ്ടാക്കരുത് എന്ന് അമേരിക്ക ഇസ്രായേലിനോട് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ ഇറാനിൽ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനിടയിലും ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പും താക്കീത് നൽകുകയാണ്. അത് പക്ഷേ ഒരു തരത്തിലും ഈ താക്കീതോ മുന്നറിയിപ്പോ മുഖവിലക്കെടുക്കാതെ ശക്തമായി യുദ്ധമെങ്കിൽ യുദ്ധം, മരണമെങ്കിൽ മരണം, ആ ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നുണ്ടെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.